ഹായ് മകളെ, നാളെ വൈകിട്ട് കൃത്യം 3 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് വരികയാണ്. എന്ത് പറഞ്ഞാണ് നിങ്ങളെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ എത്രത്തോളം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതേ ലെവൽ കഴിഞ്ഞു വന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഏത് എക്സാം എഴുതട്ടെ, അതിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് പറയുന്ന സമയത്ത് എവിടെന്നൊക്കെയോ നമ്മുടെ പേടി വരികയാണ്. എന്നാൽ ചെറിയൊരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് +1 അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനുകളും നമുക്ക് ഈ ചാനലും അതോടൊപ്പം തന്നെ നമ്മുടെ +1 സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഒക്കെ ചാനൽ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. അതിൽ ഒന്നാമത്തേത് ടെമ്പററിയും രണ്ടാമത്തേത് പെർമനൻറ്റുമാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ടെൻഷൻ മായ്ച്ച് കളയാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോവുക, അത്തരത്തിലുള്ള ടെൻഷനുകളെയാണ് നമ്മൾ ടെമ്പററിക്ക് പകരം പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല, നമുക്കറിയാം. അപ്പോൾ ടെൻഷനുകൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എന്നാൽ ടെമ്പററി ടെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടെമ്പററി ടെൻഷനാണ്. നാളെ റിസൾട്ട് വന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈ ടെൻഷൻ മാറും. അത് നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയാലും വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും മാക്സിമം പോയാൽ ഒരു 1 വീക്ക് വരെ നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ സ്കൂൾ ഏത് നോക്കണം എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ടെൻഷനുകൾ ഉണ്ടാവുക. പിന്നെ അലോട്ട്മെൻറ്റ് എവിടെ കിട്ടുമെന്ന ടെൻഷനായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള ടെൻഷനായിരിക്കും. ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ വിചാരിച്ച സ്കൂളിൽ കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ടെൻഷനുകൾ നമ്മളിങ്ങനെ തളർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, ഇത് താൽക്കാലികമായുള്ള ടെൻഷനാണ് എന്ന് നിങ്ങൾ മനസ്സിനോട് പറയുക. ഇത് നാളെ കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ മാറും, നാളെ കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ മാറും. അപ്പോൾ ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും ഇത് മാറാൻ പോകുന്ന ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, അമിത എക്സ്പെക്റ്റേഷൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. നിങ്ങൾ 10+ കിട്ടും എനിക്ക് ഉറപ്പാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ 10+ കിട്ടാം, ചിലപ്പോൾ പാസ്സാവാം, ചിലപ്പോൾ ഏതെങ്കിലും 1-2 A+ ഒക്കെ നഷ്ടപ്പെടാം. അതൊക്കെ സ്വാഭാവികമാണ്. 1-2 A+ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 10ാം ക്ലാസ്സിലെ മാർക്ക്, നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് 10ാം ക്ലാസ്സിലെ മാർക്ക് വലിയ സംഭവമാണൊക്കെ. മാർക്ക് സംഭവമല്ല എന്നല്ല ഇപ്പോഴും പറയുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്രയൊന്നും ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള കാര്യമൊന്നും 10ാം ക്ലാസ്സിലില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളോട് പറയുക, ഇതൊന്നും അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, ഈ ടെൻഷൻ എനിക്ക് മാറ്റാൻ കഴിയും, ഇത് താൽക്കാലിക ടെൻഷനാണ് എന്ന് നിങ്ങളുടെ മനസ്സിനോട് 2-3 തവണ പറഞ്ഞാൽ മതി. ടെൻഷൻ വരുന്ന സമയത്ത് പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നുണ്ട് എങ്കിൽ ഏകദേശം 2 മണി 2:30 ആകുന്ന സമയത്ത് ടെൻഷൻ കൂടും. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഇൻഹെയിൽ ചെയ്യുക. നിങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, എന്നിട്ട് മെല്ലെ എക്സെയിൽ ചെയ്യുക. റിലാക്സ് ചെയ്ത് കണ്ണടച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുക. അങ്ങനെ ഒരു 10 തവണ ചെയ്താൽ നിങ്ങളുടെ ടെൻഷൻ മാറും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാക്സിമം അടിപൊളിയായിട്ട് ചില്ലായിട്ടിരിക്കുക. നാളത്തെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളൊരു മൊബൈൽ ക്യാമറ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ റിസൾട്ട് കാണാൻ. അതൊരു വീഡിയോ ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിയാക്ഷനുകളൊക്കെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.